ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പല സമരങ്ങളും നടക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സമരം എന്ന് പറയുന്നത് UPSC റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരമാണ്. ഇന്നിപ്പോൾ ഈ UPSC റാങ്ക് ഹോൾഡേഴ്സുമായിട്ട് സർക്കാർ ചർച്ച നടത്തുന്നുണ്ട്. രാവിലെ 10 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് യോഗം ചേരുന്നത്. ഉദ്യോഗാർത്ഥികൾ നിവേദനം നൽകിയതിനെ തുടർന്നാണ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. യോഗത്തിൽ ഉദ്യോഗാർത്ഥികളുടെ 3 പ്രതിനിധികളും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. ഹാൻസ് വിവരങ്ങൾ നൽകും. ഹാൻസെ, ഇന്നിപ്പോൾ പറഞ്ഞ പോലെ തന്നെ UPSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ അവർക്ക് ദീർഘകാലങ്ങളായിട്ട് അവർക്ക് പല ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങൾക്ക് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊരു നിലപാടുണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പം LPSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരം ഉണ്ടായിരുന്നു. അവരിപ്പോഴും സമരം നടത്തുന്നേ ഉള്ളൂ. സർക്കാർ സാവകാശം ചോദിച്ചിട്ടുണ്ട് അവരോട്. ഇപ്പോൾ അതേപോലെ തന്നെ ആകുമോ UPSCയുടെയും അവസ്ഥ? എന്ത് പ്രതീക്ഷിക്കണം? സേതു, LPSC റാങ്ക് ഹോൾഡർമാർ ഉന്നയിച്ച സമാനമായ ആവശ്യങ്ങൾ തന്നെയാണ് UPSC റാങ്ക് ഹോൾഡർമാരും സർക്കാർ മുന്നിലേക്ക് വച്ചിട്ടുള്ളത്. അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കുക, PSC വഴി ഒഴിവുകളുള്ള പോസ്റ്റുകളിലേക്ക് PSC വഴി നിയമനം നടത്തുക, ഈ റാങ്ക് പട്ടികയിലുള്ള UPSC റാങ്ക് പട്ടികയിലുള്ള പരമാവധി പേർക്ക് നിയമനം നൽകുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. 5000-ലധികം ആളുകൾ ഉൾപ്പെട്ടിട്ടുള്ള റാങ്ക് പട്ടികയിൽ 10-ൽ താഴെ ആളുകൾക്ക് മാത്രമാണ് ഇതുവരെയും നിയമനം ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് ഈ പട്ടികയിൽ നിന്ന് നിയമനം നൽകണമെന്ന് തന്നെയാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യം. ഇതിനു മുൻപ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് വീണ്ടും നിവേദനം നൽകിയ പശ്ചാത്തലത്തിലാണ് ഒരു ചർച്ചയ്ക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ തയ്യാറായിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 മണിക്ക് അല്പസമയത്തിനുള്ളിൽ ഈ ചർച്ച ആരംഭിക്കും. വിദ്യാഭ്യാസ മന്ത്രിയുടെ ചേംബറിലാണ് യോഗം. ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് 3 പ്രതിനിധികളും അതിനോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ ചർച്ചയിൽ ഉണ്ടാകും. തങ്ങളുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നാണ് UPSC റാങ്ക് ഹോൾഡർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാർ എന്ത് തരത്തിലുള്ള ഫോർമുല ഇവരുടെ മുന്നിലേക്ക് വയ്ക്കും എന്നുള്ളത് നിർണായകമാണ്. നേരത്തെ LPSC റാങ്ക് ഹോൾഡർമാരോട് 45 ദിവസത്തെ സാവകാശമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് തേടിയിരുന്നത്. റിപ്പോർട്ട് തയ്യാറാക്കി അത് പരിശോധിച്ചതിന് ശേഷം 45 ദിവസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് LPSC റാങ്ക് ഹോൾഡർമാർ താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചത്. അത് നിരാഹാര സമരം മാത്രമാണ് അവസാനിപ്പിച്ചത്. അത്തരത്തിലൊരു സാവകാശം തേടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ UPSC റാങ്ക് ഹോൾഡർമാർ അത് അംഗീകരിക്കുകയാണെങ്കിൽ ഇന്ന് സമരം അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് UPSC റാങ്ക് ഹോൾഡർമാർ അറിയിച്ചിരിക്കുന്നത്. സേതു. ഓക്കെ ഹാൻസെ, ശരി.